എത്ര മനോഹരം! അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും മഹോന്നതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വാങ്കിന്റെ ഏറ്റവും മർമ്മമായ ഭാഗം 12 അക്ഷരങ്ങളെ കൊണ്ടുണ്ടായ ആ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്യത്തിനും ഒരു അത്ഭുതമുണ്ട്. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാ നമ്മൾ അല്ലാഹുവിനോട് ദുആ ഇരക്കേണ്ടത്. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു കലിമ കൊണ്ട് കലിമയുടെ വചനമുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഈ സദസ്സിൽ വന്ന നമ്മൾ ഓരോരുത്തർക്കും, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ സന്തതികള്, നമ്മുടെ കൂട്ടുകാര്, നമ്മെ സഹായിക്കുന്നവര്, നമ്മളെ സ്നേഹിക്കുന്നവര്, അഹ്ലുസുന്നയുടെ പ്രവർത്തകന്മാരെ, അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങള്, എല്ലാ മുഅ്മിനാത്തുകൾക്കും ആ സൗഭാഗ്യം റബ്ബേ നീ നൽകണേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം. വാങ്കിന്റെ ആ ഒരു വാക്യത്തിന്റെ ഒരു അത്ഭുതം കൂടെ നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്താണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമത്വാകും. സൂറത്ത് മുഹമ്മദില് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ പേരിലുള്ള സൂറയാണത്. ആ സൂറയിലെ ആയത്തുകൾ അവസാനിക്കുന്നത് ഹും ഹും എന്ന വാക്കുകളിലും മത്വാക്കും എന്ന വാക്ക് മീമിൽ അവസാനിക്കുന്ന ഒരുപാട് ആയത്തുകളുള്ള സൂറത്ത് മുഹമ്മദ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്യമാണ് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുമ്പോൾ അവസാനമായി ഒരാൾ പറഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഇത് സ്വർഗത്തിന്റെ ചാവിയാണ്, സ്വർഗത്തിന്റെ താക്കോലാണിത്. അത് ചൊല്ലിയവന് സ്വർഗം കടക്കാൻ കഴിയും. അതല്ലേ മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അതൊരു സൗഭാഗ്യമല്ലേ? എത്ര മഹത്തുക്കളാണ് അങ്ങനെ കലിമ ചൊല്ലി മരിക്കുന്നത്. മഹാനായ ശംസുൽ ഉലമയെ നമ്മൾ ഓർക്കുമ്പോൾ അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ? ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവസാന ശ്വാസം വലിക്കുമ്പോ മഹാനായ ശൈഖുനയുടെ അവസാനത്തെ വാക്ക് സുബ്ഹിയുടെ വാങ്കിന് ഇജാബത്ത് കൊടുത്തുകൊണ്ടാണ് വഫാത്തായത്. ജീവിച്ചിരിപ്പുള്ള തെളിവുകൾ അതിനുണ്ട്. എന്റെ ഒരു ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ പഠിപ്പിച്ച ഒരു ഉസ്താദ്, മഹാനായ ശൈഖുനയ്ക്ക് ഖിദ്മത്തിനുണ്ടായിട്ടുണ്ട് അവിടെ. ഞങ്ങൾ അറിയുന്ന ദാറുൽ ഹുദയുടെ അടുത്തൊരു ബന്ധുവുണ്ട്, അലവി ഹാജി, അദ്ദേഹം അവിടെയുണ്ട്. ഫാത്തിമ ഹോസ്പിറ്റലിന്റെ മുതലാളി അബ്ദുള്ള ഹാജി ഇന്നും ജീവിച്ചിരിപ്പുള്ള ആളാണ്. എത്രയോ ആളുകൾ അതിന് സാക്ഷിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിൻ പറഞ്ഞപ്പോ അതിന് മറുപടിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ മഹാനായ ശൈഖുന ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്നും നമ്മൾ വിളിക്കുന്ന മഹാനായ ശംസുൽ ഉലമ എന്ന് നമ്മൾ ആദരവോടെ വിളിക്കുന്ന മഹാനുഭാവൻ അവസാനം ഉച്ചരിച്ചത് വാങ്കിന് മറുപടിയായി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് നമ്മൾ പറയുന്നത്, വീമ്പിളക്കുന്നവരൊന്നും വീമ്പിളക്കണ്ട. വീമ്പിളക്കാനുള്ള സമയം വഫാത്തായി കഴിഞ്ഞതിന് ശേഷമേ പറ്റൂ. വഫാത്തായി കഴിയുമ്പോഴേ എന്തായിരുന്നു ജീവിതമെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അല്ലാഹു ഉഖറവിയായ ജീവിതം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. കലിമ, ആ കലിമത്ത് തൗഹീദിലായി വഫാത്താകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അതുകൊണ്ടാണ് ദുനിയാവിലെ ഒരു സ്ഥാനമാനം പറഞ്ഞും ആർക്കും അഹങ്കരിക്കാൻ പാടുള്ളതല്ല. ഒരാളും അഹങ്കരിക്കേണ്ട. ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്കൊന്നും ഒരു ലെവലേശം അല്ലാഹുവിന്റെ അടുത്ത് വിലയുണ്ടോ? ജനാഹ ബഊലത്തിൻ ഒരു കൊതുകിന്റെ ചിറകിനോളം അതിന് വിലയുണ്ടോ? മരണനേരത്ത് കലിമ ചൊല്ലാൻ ഭാഗ്യമുണ്ടെങ്കിൽ അവരാണ് മുസ്ലിം, അവരാണ് മുഅ്മിൻ. നിശാനെ മർദ മുഅ്മിൻ
ബാതു ഗോയം चूं मर्ग आमद तबस्सुम बर लबस्त। क्या मैं एक मुसलमान एक ईमानदार की अलामत बताऊं? ഇഖ്ബാലിന്റെ ജീവിതത്തിൽ അവസാനം അദ്ദേഹം ചൊല്ലിയ കവിതയാണ്, അത് പേർഷ്യൻ ഭാഷയിലാണ്. നിഷാനെ മർദെ മുഅ്മിൻ, एक मुഅ്മിൻ മർദ് की അലാമത്ത് ബാതു ഗോയം क्या मैं तुम्हें बता दूं? ആരാണ് മുഅ്മിൻ എന്ന് ഞാൻ പറഞ്ഞിരട്ടെ. ചൂ മർഗ് ആമദ്, जब मर्ग आएगा, मौत आएगी, तबस्सुम पर लबस्त, उसके होंठों पर तबस्सुम होगी, मुस्कुराहट होगी. जिसके होंठों पे मुस्कुराहट हो मरते वक्त वही मुअ्मिन है. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. എന്നിട്ട് മതി വേമ്പളക്കലൊക്കെ, എന്നിട്ട് മതി അവകാശവാദങ്ങളൊക്കെ. ചെറിയവർക്കും വലിയവർക്കൊക്കെ ഈമാൻ രക്ഷപ്പെട്ട് കിട്ടണം. അതിന് അല്ലാഹുവിനോട് ദുആയിരക്കിന് അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അങ്ങനെ ഒരു സ്വർഗപ്രവേശനത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിൽ ആ വാക്കിന് അത്ഭുതം കാണില്ലേ? ആ വാക്കിന് അത്ഭുതം വേണ്ടേ? വേണം. ആ വാക്കുകൊണ്ടാണ് വാങ്കുലി അവസാനിക്കുന്നത്. വാങ്കുലിയുടെ പൊലിമ എന്നതാണ് നമ്മുടെ വിഷയവും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്ഭുതം എന്താണെന്നറിയോ? 3 അക്ഷരം കൊണ്ടാണ് ഈ വാക്യമുണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ 3 അക്ഷരങ്ങളേ ഉള്ളൂ. അത് ആവർത്തിച്ചതാണ്. ഏതാണ് ആ 3 അക്ഷരങ്ങൾ? അലിഫ്, ലാം, ഹാ. ഈ 3 അക്ഷരമേ അല്ലാഹ് എന്ന വാക്കിലും ഉള്ളൂ. അള്ളാന്റെ ഇസ്മിന് ഉപയോഗിച്ച 3 അക്ഷരങ്ങളെ കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, there is no god worthy of worship except Allah. ഒരു സെന്റൻസ് ആണത്. നമ്മൾ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ഒരാൾക്ക് അവനവന്റെ പേരിൽ ഉപയോഗിച്ച അതേ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേറെ ഒന്നും ഉപയോഗിക്കരുത്, തന്നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? തന്നെ പറ്റി ഞാൻ ഇന്ന ആളാണ്, അള്ളാഹുവിനെ പറ്റി പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനുപയോഗിച്ചത് അള്ളാന്റെ ഇസ്മിലെ 3 അക്ഷരങ്ങളാണ്. ലാം, അലിഫ്, ഹാ. അല്ലാഹ് എന്നതിലും 3 അക്ഷരങ്ങളാണ്. ഈ 3 അക്ഷരങ്ങളെ കൊണ്ടുണ്ടായ ജുംലയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആനൊക്കെ പോട്ടെ, ഖുർആൻ കൊണ്ടുവരാൻ കഴിയൂല്ലേ? വെല്ലുവിളിയുടെ കിടക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സമാനമായി അള്ളാഹുവിന്റെ ഇസ്മിന്, ആ ഇസ്മിന് ഉപയോഗിച്ച അക്ഷരങ്ങളെ കൊണ്ടുണ്ടായ ഈ വാക്യം പോലെ അവനവന്റെ പേരിനുപയോഗിച്ച അക്ഷരങ്ങളെ കൊണ്ട് അവനവനെ പറ്റി ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയോ ആർക്കെങ്കിലും? ഇതൊരു വെല്ലുവിളിയാണ്. കഴിയില്ല. അതും ഈ അക്ഷരത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയ വൈപുല്യം അതിന് ഉൾക്കൊള്ളാൻ കഴിയോ? എന്താണ് അതിന്റെയൊക്കെ ആശയം? فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. ഭാഷാപരമായ ലിംഗ്വിസ്റ്റിക് റിട്ടോറിക് ബ്യൂട്ടി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അല്ലാഹു എന്ന ഇസ്മിൽ നിന്ന് ഇസ്മുൽ ജലാലയിലെ അള്ളാഹുവിന്റെ മഹത്തരമായ ഇസ്മുൽ അഅ്ളമിലെ 3 അക്ഷരമായ അലിഫ്, ലാം, ഹാ കൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചുണ്ടാക്കിയ അള്ളാഹുവിനെ കുറിച്ചുള്ള ജുംലയാണ് നമ്മുടെ ഷഹാദത്തിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് സ്വർഗത്തിന്റെ താക്കോലായ വാക്ക്. അത് ചൊല്ലിയാൽ സ്വർഗം തുറന്നു കിടക്കാം. അത്ഭുതമല്ലേ? അള്ളാഹുവും ലാ ഇലാഹ ഇല്ലല്ലാഹയും ഒരേ ധാതുവിൽ നിന്നുണ്ടായതാണ്. വാങ്കുലിയുടെ അവസാനം നമ്മളതാണ് പറയുന്നത്. ഇത് അത്ഭുതമാണ്. 3 അക്ഷരങ്ങളാണ് ഇത് ഉണ്ടാക്കിയത്. 3 അക്ഷരങ്ങളെ കൊണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. 19 എന്ന അക്കം ഖുർആനിൽ അത്ഭുതമുള്ള ഒരു അക്കമാണ്. ദ നമ്പർ 19. അതിനെ സംബന്ധിച്ചൊരു ഒരു ക്ലാസ് നമ്മൾ ദുബൈയിൽ ഉണ്ടായിരുന്നു. ചെന്നൈയിലുണ്ടായിരുന്നു, പക്ഷെ അബുദാബിയിൽ, ദുബൈയിലുണ്ടായിരുന്നു ആദ്യത്തെ കഴിഞ്ഞ റമദാനിൽ. അതിന്റെ ബാക്കി വിഷയം ചെന്നൈയിലുണ്ടായിരുന്നു. 19 എന്ന അക്കത്തിന്റെ ഒരു മഹാത്ഭുതം സൂറത്തുൽ മുദ്ദസിറിലാണ്. നരകത്തിന്റെ കാവലാളുകൾ 19 അലൈഹ 19 വമാ ജഅൽനാ ഇദ്ദതഹും. ആ എണ്ണത്തിനൊരു അത്ഭുതമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ ഖുർആനിൽ മാത്തമാറ്റിക്കൽ വണ്ടർ, കണക്കുമായി ബന്ധപ്പെട്ട മഹാത്ഭുതങ്ങൾ കിടക്കുന്നത് 7ഉം 19നെയും ബന്ധപ്പെടുത്തിയാണ്. അതിനെ സംബന്ധിച്ച് 2 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. വേറെയും നിങ്ങൾക്ക് ഒരുപാട് വായിച്ച് പരിചയം ഉണ്ടായിരിക്കും. അത് ഞാനിത് ആവർത്തിക്കല്ല. അള്ളാഹുവിന്റെ ഇസ്മിനെ പറഞ്ഞ ഈ ആയത്ത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ആയത്ത് സൂറത്തു മുഹമ്മദിലെ 19ാമത്തെ ആയത്താണ്. 19ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ ഉപയോഗിച്ച വാക്കുകളും 19 നോക്കൂ. ഈ ആയത്തിൽ
ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വല്ലാഹു യഅലമു മുതഖല്ലബകും വമത്വാകും. 19 വാക്കുകളെ കൊണ്ട് അല്ലാഹു ഉണ്ടാക്കിയ 19ാമത്തെ ആയത്തായി സൂറത്ത് മുഹമ്മദിൽ വന്ന ആയത്ത്. അതിലാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹു വെച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ വാക്കിന്റെ ഒരു അത്ഭുതം. അതുകൊണ്ടാണ് വാങ്കുൽ അവസാനിക്കുന്നത്. വാങ്ക് അവസാനിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് 19മായി ബന്ധപ്പെട്ട മഹാത്ഭുതങ്ങൾ കിടക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓരോന്നിലെ അക്ഷരങ്ങൾ നോക്കൂ. ലാ 2 അക്ഷരം, ഇലാഹ 3, ഇല്ല 3, അല്ലാഹ് 4. ഏതാണോ നമ്മൾ എഴുതുന്നത് അതാണ് നമ്മൾ എഴുതുന്നതാണ് നമ്മൾ എണ്ണുന്നത്. 2, 3, 3, 4. അതിന് നമ്മൾ ഇവിടെ നിന്ന് ശരിക്കും നോക്കിയാൽ 4332 എന്ന വാക്യങ്ങളെ നേർക്കുനേരെ വായിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര അക്ഷരങ്ങളുണ്ട് ഓരോന്നിന്റെ ലാഇന്റെ താഴെ 2, ഇലാഹിന്റെ താഴെ 3, ഇല്ല 3, അല്ലാഹ് 4. 4, 3, 3, 2. ഈ 4, 3, 3, 2 19ന്റെ ഗുണിതമാണ്. 12 times 19 times 19 is equal to 4332. 12നെ 19 കൊണ്ട് ഗുണിച്ച് വീണ്ടും 19 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. ഇല്ലല്ലയിൽ ഹാ ഉച്ചരിച്ചിരിക്കുന്നത്. This book is a handicraft of Rasulullah himself, the messenger himself, or this is a book revealed from Allah? If you doubt about the origin of this book, നമുക്കുള്ള വിജയം അതാണ്. ഭൗതികമായ മറ്റു സാഹചര്യങ്ങളൊക്കെ ലക്ഷം വരുന്നു, അതിന്റെ വോട്ട് കാര്യങ്ങളൊക്കെ വേണം, ഇസ്സത്ത് വേണോ, നമ്മൾ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കണം. اللهم ردنا والمسلمين إلى دينك ردا جميلا. اللهم خذ بأيدينا ونواصينا إليك. اللهم عزنا وعز جندك وكلمتك إلى يوم الدين. الله ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ. നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുകയും നമ്മൾ 5 നേരത്തെ നിസ്കാരം നിലനിർത്തുകയും നമ്മൾ ദാക്കിറുകളും ആബിദീങ്ങളുമായി മാറുകയും ചെയ്താൽ ഈ ഉമ്മത്തിന് വേണ്ടി ബാക്കിയുള്ളതെല്ലാം അല്ലാഹു തരപ്പെടുത്തി കൊടുക്കുന്നതാണ്. അതാണ് അസാസിയാത്ത്, അതാണ് നമ്മുടെ അടിസ്ഥാന വിഷയങ്ങൾ. ഉമർ റളിയല്ലാഹു